നമസ്കാരം. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി 7 വീഡിയോസിലായി നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രോബ്ലങ്ങൾ കൂടെ എക്സസൈസ് വർക്കൗട്ട് ചെയ്ത് കാണിക്കണം എന്നുള്ള അഭ്യർത്ഥന മാനിച്ച് നമ്മൾ 1-2 പ്രോബ്ലംസ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ ഡയറക്റ്റ് ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല നമുക്ക് ഇന്ന് സംജാതമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളെല്ലാം കഴിഞ്ഞ വീഡിയോസിൻ്റെ ഫീഡ്ബാക്കുകളായിട്ട് വിദ്യാർത്ഥികൾ റെസ്പോണ്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ പരമാവധി പറയുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ അത് യഥാസമയം ക്ലിയർ ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് 1-2 പ്രോബ്ലങ്ങളുടെ വർക്കൗട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇഷ്യൂ മുതലുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. On 1st April 2012, Zaira Limited issued 20,000 12% debentures of ₹100 each at a premium of 5% and redeemable at a premium of 10%. The debentures are redeemable on 31st March 2015, fully out of profits. Pass the journal entries for the issue and redemption of debentures. Ignore ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആൻഡ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അതിൻ്റെ ഇഷ്യൂ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തത് റിഡംഷൻ നടത്തുന്നതും പ്രീമിയത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രീസ് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്ത എൻട്രിയാണ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ആ എൻട്രിയാണ് ഫസ്റ്റത്തേത് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ പറയുന്ന കേസ് കംപ്ലീറ്റ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റാണ്. 31st March 2015 റിഡംഷൻ നടത്തുന്നത്. അത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 20,000 ഡിബഞ്ചേഴ്സാണ്, 12% ഡിബഞ്ചേഴ്സാണ് ₹100 വാല്യൂ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ 20,000 × 100 20 lakhs. അത്രയാണ് അതിൻ്റെ ഫേസ് വാല്യൂ വരിക. ആ എമൗണ്ട് റെഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണെന്ന്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ജേണൽ എൻട്രീസ് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ജേണൽ എൻട്രീസിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇഷ്യൂവിൻ്റെ എൻട്രിയാണ് റെഡീമബിൾ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം എന്നുള്ള ഫസ്റ്റത്തെ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബഞ്ചേഴ്സ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ടു സെക്യൂരിറ്റി പ്രീമിയം എന്നുള്ള എൻട്രി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനുകളിലെല്ലാം എഴുതിയ പോലെ തന്നെ റെഡീം ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ എമൗണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലീറ്റ് എമൗണ്ട് DRR അക്കൗണ്ടിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൻ്റെ ബാലൻസിനെ കുറിച്ച് ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് പ്രോഫിറ്റിൽ നിന്ന് മാറ്റണം. നമ്മൾ മാറ്റാൻ ഉപയോഗിക്കുന്ന എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു DRR അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു DRR ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. കംപ്ലീറ്റ് എമൗണ്ട് 20 lakh മാറ്റി. പിന്നെ നമുക്കറിയാം റൂള് പ്രകാരം 15% ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ 15% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നടത്തണം. എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിൻ്റെ 15% 3 ലക്ഷം രൂപ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഇനി ഡേറ്റ് ശ്രദ്ധിക്കുക. ആ ഡിബഞ്ചർ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന സമയത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയങ്ങളിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടാവണം. 30th April അത് നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി 30th April നമ്മൾ കാണിച്ചാൽ മതി. 29 നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണുന്നത്. നിങ്ങൾക്ക് ഈ ജേണൽ എൻട്രിയിൽ കാണുക, അത് കാര്യമാക്കണ്ട. 30th April എന്ന് കാണിച്ചാൽ മതി. പിന്നെ അതിൻ്റെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻകാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നതാണ് അടുത്ത എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്.
പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന എൻട്രി പ്രീമിയത്തിലാണ്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം എമൗണ്ട് റിഡംഷൻ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 20 ലക്ഷം പ്ലസ് 10%, 2 ലക്ഷം പ്രീമിയം ഉൾപ്പെടെ 22 ലക്ഷം കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യുന്ന എൻട്രിയാണ് അടുത്തത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ DRR അക്കൗണ്ടിലേക്ക് മാറ്റിക്കിടക്കുന്നത് DRR അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് DRR അക്കൗണ്ടിലേക്ക് എന്താണോ നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ചെയ്തത് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ജനറൽ റിസർവിലേക്ക് മാറ്റി കാണിക്കുക. അതാണ് ലാസ്റ്റത്തെ എൻട്രി. ഈ എൻട്രീസ് എല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനുകളിൽ. അതാണ് നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോയത്. അപ്പോൾ ഇത്രയും എൻട്രീസാണ് ഈ കേസിൽ വരിക. വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിൽ ഈ രണ്ടാമത് പറയുന്ന ക്വസ്റ്റ്യനിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നേരത്തെ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലെല്ലാം നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇഗ്നോർ ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റും ഇഗ്നോർ ചെയ്തിട്ടായിരുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നത് പ്രോബ്ലംസ്. ഇത് ചെറിയൊരു വ്യത്യാസം, ആ ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം ആദ്യം. J Limited has a net profit of rupees 38 lakhs as per its statement of profit and loss. The company decided to utilize the profit to repay rupees 30 lakh 15% debentures issued on 1st April 2011 fully out of profits on 30th June 2015 at a premium of 10%. Debenture interest is payable annually on 31st December every year when the accounts are closed. The company has a balance of rupees 20 lakhs in its debenture redemption reserve account. J analyze the transactions during 2014-15. ഇവിടെ ഔട്ട് ഓഫ് പ്രോഫിറ്റ് തന്നെയാണ് റിഡംഷൻ നടത്താനുള്ള എമൗണ്ട് 30 ലാക്സ് 30 ലക്ഷം രൂപയാണ് റിഡംഷൻ നടത്താനുള്ളത്. 15% ഡിബഞ്ചേഴ്സിൻ്റെ 2011 ഏപ്രിൽ 1 ഇഷ്യൂ ചെയ്തതാണ്. അത് റിഡംഷൻ നടത്തുന്നത് 30th ജൂൺ 2015 ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിബഞ്ചർ റിഡംഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് വർഷാവർഷം 31st ഡിസംബറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 15% നമുക്കറിയാം. കാരണം 15% ഡിബഞ്ചേഴ്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം 38 ലാക്സ് 38 ലക്ഷം രൂപ പ്രോഫിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ സർപ്ലസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 20 ലക്ഷം രൂപ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലും ഉണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നുള്ള അക്കൗണ്ടിലേക്ക് ഡിബഞ്ചറിൻ്റെ റിഡംഷനുമായിട്ട് ആവശ്യമുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് നമ്മൾ നേരത്തെ പറയുന്നത്, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ 30 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിൽ ഓൾറെഡി 20 ലക്ഷം രൂപ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം, ബാക്കി വരുന്ന 10 ലക്ഷം രൂപയും കൂടെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിവിടെ ഇഷ്യൂവിൻ്റെ കേസ് ഒന്നും പ്രത്യേകിച്ച് എങ്ങനെ ഇഷ്യൂ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ 30 ലക്ഷം രൂപ ഡിബഞ്ചർ റിഡംഷൻ നടത്താനുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇഷ്യൂവിൻ്റെ എൻട്രി എഴുതണ്ടെന്നർത്ഥം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇഷ്യൂവിൻ്റെ എൻട്രി ഉൾപ്പെടെ നമ്മൾ എഴുതിയതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഡിബഞ്ചർ റിഡംഷനുമായിട്ട് ആവശ്യമുള്ള 30 ലക്ഷം രൂപ DRR അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അതിന് ഓൾറെഡി 20 ലക്ഷം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി 10 ലക്ഷം രൂപ മാറ്റിയാൽ മതി. ജേണൽ എൻട്രിയിൽ നമുക്കത് കാണാം. ജേണൽ എൻട്രി ഒന്നാമത്തെ എൻട്രി നമുക്ക് കാണാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു DRR റിസർവ് അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അത് അറിയാം, നേരത്തെ പറഞ്ഞു നമ്മൾ 20 ലക്ഷം രൂപ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലുണ്ട്. ബാക്കി 30 ലക്ഷം റിഡീം ചെയ്യാനുള്ളതിൽ കുറവ് 10 ലക്ഷമേ ഉള്ളൂ. ആ 10 ലക്ഷമാണ് മാറ്റിയിട്ടുള്ളത്. നെക്സ്റ്റ് ഡിബഞ്ചർ റിഡംഷൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂൺ 30th 2015 അപ്പോൾ ആ റിഡംഷൻ നടക്കുന്ന സമയത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഏപ്രിൽ 30 ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് 15% നടത്തേണ്ടത്. അതാണ് അടുത്ത എൻട്രി. അത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 30 ലക്ഷത്തിൻ്റെ 15% മാറ്റിയത് കാണാം. ഇനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് റിയലൈസ് ചെയ്യുമ്പോൾ, ക്യാഷാക്കി മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് പിൻവലിക്കുമ്പോൾ, അത് വിറ്റൊഴിവാക്കുമ്പോൾ, അങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട്. ആ ഒഴിവാക്കുന്ന ഡേറ്റ്
റിഡംഷൻ്റെ ഡേറ്റ് ആണ്, അതാണ് 30th June 2015 നിങ്ങൾക്ക് ഡേറ്റ് അവിടെ കാണുന്നത്. 4,50,000 അത് റിയലൈസ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ വർഷവും December 31 ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചറിൻ്റെ കൂടെ കാണുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 15% ഡിബഞ്ചർ എന്നാണ് തന്നിട്ടുള്ളത്, 15% ഡിബഞ്ചർ. അപ്പോൾ എല്ലാ വർഷത്തിലും ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ടു ബി റിസീവ്ഡ് 15% ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ഇൻട്രസ്റ്റ് ആയിട്ട് 15% അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ March 31 ഡിസംബറിൽ എല്ലാ വർഷവും December 31 ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് December 31 കഴിഞ്ഞിട്ട് ഇപ്പോൾ June 30 വരെയുള്ള സമയത്തിൻ്റെ ടേം മനസ്സിലാക്കുക. December 31 ശേഷം January, February, March, April, May, June എന്ന 6 മാസം കഴിഞ്ഞിട്ടാണ് റിഡംഷൻ നടത്തുന്നത്. അപ്പോൾ ആ 6 മാസം വരെയുള്ള ഇൻട്രസ്റ്റും കൂടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടണം. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 30 ലക്ഷത്തിൻ്റെ 15% 6 മാസത്തേക്ക് നിങ്ങൾക്ക് ആ എൻട്രിയിൽ കാണുന്നത് 15/100 ഇൻറ്റു 6/12 എന്ന് കാണുന്നത്. ഓക്കെ, പിന്നെ ആ എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് അവിടെ കൊടുത്ത് ഒഴിവാക്കുന്നതാണ് അടുത്ത എൻട്രി, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അത് ഇൻട്രസ്റ്റിൻ്റെ മാത്രം സെറ്റിൽമെൻ്റ് ആണ്, കൺഫ്യൂഷൻ ആവരുത്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് മാത്രം കൊടുത്ത് തീർക്കുകയാണ് കാണുന്ന എൻട്രി. പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പ്രീമിയത്തിൽ തിരിച്ച് റിഡീം ചെയ്യുമ്പോഴുള്ള എൻട്രി, ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി, സെറ്റിൽമെൻറ്റിൻ്റെ എൻട്രി കാണാം, താഴത്ത് കാണാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. പ്രീമിയത്തിലാണ് 30 ലക്ഷത്തിൻ്റെ 10% 3 ലക്ഷം, പ്രീമിയം ഉൾപ്പെടുത്തിയിട്ട് 33 ലക്ഷം. അത് സെറ്റിൽമെൻറ്റിൻ്റെ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 33 ലക്ഷം. പിന്നെ മറ്റൊരു എൻട്രി ഉള്ളത് അവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്ത ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൂടെ ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് അത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഒന്നുമില്ല, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി എന്നർത്ഥം. അതായത് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണ് ആ ചിലവ് കാണിക്കുക എന്നൊരർത്ഥം. നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, അപ്പോൾ അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക. അത് കണക്കാക്കുമ്പോഴുള്ള എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അതൊരു പുതിയ എൻട്രി ആയിട്ടാണ് ഇതിൽ കാണുന്നത്, പക്ഷേ പുതിയതല്ല. നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എപ്പോഴും ഒരു എക്സ്പെൻസ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോഴുള്ള എൻട്രി അത് ഏത് എക്സ്പെൻസ് ആണെങ്കിലും, ഇപ്പോൾ പഴയ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, റെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒക്കെ എൻട്രി എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് ചെയ്യുന്നതിൻ്റെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു സാലറി ആണെങ്കിൽ സാലറി, റെൻ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻറ്റ്. ഓക്കെ, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്നുള്ളത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചിലവാണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ള എൻട്രിയാണ് ആ കാണിച്ചിട്ടുള്ളത്. ഡിബഞ്ചർ ഇൻട്രസ്റ്റിനെ അവിടെ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. പിന്നെ ലാസ്റ്റ് എൻട്രി ഡിബഞ്ചർ റിഡംഷൻ റിസർവിൻ്റെ ക്ലോസിംഗ് എൻട്രി. അതിന് ടോട്ടൽ എമൗണ്ട് ആണ് 30 ലക്ഷം രൂപയാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലുള്ളത്. അത് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ലാസ്റ്റത്തെ എൻട്രി. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മളിപ്പോൾ 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലങ്ങളിലേക്ക് കടക്കണം, അടുത്ത ടോപ്പിക്കുകളിലേക്ക് കടക്കണം. ഈ ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ബുക്കിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അത് ഒരുമിച്ച് നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ നമുക്കതിൻ്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 2 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. തുടർന്ന് ഈ ചോദ്യങ്ങളെല്ലാം വീണ്ടും നിങ്ങൾ സ്വയം നിങ്ങളുടെ ബുക്കിൽ ചോദ്യം ആൻസറും അതേപോലെ പ്രോബ്ലം അതിൻ്റെ എക്സസൈസുകൾ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് പരിശീലിക്കണം. വ്യക്തമായിട്ടുള്ള പരിശീലനങ്ങൾ തുടർന്നുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് ഡിബഞ്ചർ റിഡംഷൻ എന്നുള്ളൊരു ടോപ്പിക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ഒരു ഫോളോ അപ്പ് നിങ്ങൾ നടത്തുക, നോട്ട്സിലേക്ക് കോപ്പി ചെയ്യാനുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തിക്കുക. തുടർന്ന്
മറ്റ് കാര്യങ്ങൾ, അടുത്ത ടോപ്പിക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.